മഹാത്മാഗാന്ധിയുടെ അച്ഛനും നെഹ്റുവിന്റെ അച്ഛനും കല്യാണം കഴിച്ചാൽ മഹാത്മാഗാന്ധി ഉണ്ടാവില്ല, നെഹ്റു ഉണ്ടാവില്ല. ഇത് കോമൺ സെൻസ് ഉള്ളവര് മനസ്സിലാവും. വലിയ ജീനിയസ് ഒന്നും ആകണ്ട. നൂറയാതിരെ എത്ര വർഷം അവർ ശരീരത്തെ വരച്ചാലും. അതായത് മതം ലോകത്തെ നശിപ്പിക്കുന്നതിൻ്റെ അത്രയൊന്നും തന്നെ ഈ ഒരു സെറ്റപ്പ് ലോകത്തെ നശിപ്പിക്കുന്നില്ല എന്നുള്ളത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. പിന്നെ മമ്മൂട്ടിയുടെ അച്ഛനും മോഹൻലാലിൻ്റെ അച്ഛനും കല്യാണം കഴിക്കുന്ന ഒരു സെറ്റപ്പിനെ കുറിച്ച് ഉസ്താദ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ വിചാരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അത് ഈ സ്കൂളിൽ പോകാത്തതിൻ്റെ കുഴപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല. എന്തായിരുന്നാലും ഈ ലോകത്ത് എല്ലാ ആൾക്കാരും ഗേ ആകില്ല, എല്ലാ ആൾക്കാരും ലെസ്ബിയൻസ് ആകില്ല, എല്ലാ ആൾക്കാരും ബൈസെക്ഷൽ ആകില്ല, എല്ലാ ആൾക്കാരും ഈ കമ്മ്യൂണിറ്റി ആകില്ല. ഇത് നേച്ചർ തന്നെ ബാലൻസ് ചെയ്യും എന്നാണ് ശാസ്ത്രം തന്നെ പറയുന്നത്. എല്ലാത്തിനും ശാസ്ത്രവും സ്വനത്തിൽ പിടിച്ചുകൊണ്ട് വരുന്ന ഒരു ഉസ്താദാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇതിനെ നേച്ചർ തന്നെ ബാലൻസ് ചെയ്യും. 100% ജനസംഖ്യ ഒരിക്കലും അങ്ങനെ ആകില്ല. നേച്ചർ തന്നെ ഉറപ്പായിട്ടും എന്തൊക്കെ നമ്മുടെ പ്രകൃതിയിലുണ്ടാകുന്നോ അതിനുള്ള സൊല്യൂഷൻസും കണ്ടെത്തിക്കൊള്ളും. ഈ കുഞ്ഞു തല പുകയ്ക്കേണ്ട ആവശ്യമില്ല. കൊച്ചു കള്ള അടി വെച്ചേ.